ചേച്ചി ഇങ്ങനെ മിണ്ടാ നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്ക് ടെൻഷൻ അടിച്ചിട്ടൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങളിങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗിരിയേട്ടനും മുകുന്ദനും തമ്മില് വർഷങ്ങളായിട്ടുള്ള സൗഹൃദം ഉള്ളതല്ലേ. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഗിരിയേട്ടൻ ഒരിക്കലും മുകുന്ദനുമായിട്ട് വഴക്ക് കൂടില്ല. ഇത്രയും വർഷത്തെ സൗഹൃദം ഉണ്ടായിട്ടും അവന്റെ അനിയത്തെ ഞാൻ സ്നേഹിക്കുന്ന വിവരം അവനെ അറിയിക്കാത്തതില് അവനെ കൂടുതൽ ദേഷ്യം തോന്നുകയല്ലേ ചെയ്യാ. വക്കീൽ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. ഈ വിഷയത്തെ പോസിറ്റീവായിട്ട് എങ്ങനെയാ കാണാൻ പറ്റുക എന്ന് പറഞ്ഞതാ. മുകുന്ദന് ഗിരിയേട്ടനെ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. ഞാൻ ശ്രമിച്ചില്ലെന്നാണോ മഞ്ജു വിചാരിക്കുന്നത്? അവനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിന് മുമ്പ് അവൻ ബൈക്കിൽ കയറിപ്പോയി. അപ്പം മുതൽ ഞാൻ അവനെ വിളിക്കുക, അവൻ ഫോൺ എടുക്കുന്നില്ല. വക്കീലിൽ നിന്ന് സത്യം അറിഞ്ഞത് സാരമില്ലാന്ന് വെക്കാം.